ഇനി അടുത്ത് നമുക്കൊരു ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിനകത്ത് വി ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ്സ് പ്ലനാർ ഓർ നോട്ട്. എഗെയിൻ ഇത് പ്ലനാർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വരച്ച് നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല നോക്കാം. ഇപ്പോൾ തൽക്കാലത്തിന് നമുക്കിതൊന്ന് വരച്ച് നോക്കാം. സോ വരച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ്, നമ്മൾ ആദ്യമേ അതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് അതുപോലെ വരച്ച് വിടാം. അപ്പം V1, V2, V3, V4, V5 ആൻഡ് V6. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് V7 വരയ്ക്കാം. ഇവിടെ V7 ഞാൻ വരച്ചു. അപ്പോൾ ഇതിനോട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഇതിനെ ഞാൻ വരയ്ക്കുകയാണ് V9, പിന്നെ അത് കഴിഞ്ഞേച്ച് V11. ഓക്കെ, ഇത്രയും ഞാൻ വരച്ചു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് നമുക്ക് V4-ഉമായിട്ടൊരു കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ വരച്ചതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വിടാം. ഇതെല്ലാം വരച്ചു. പിന്നെ V7 ഇതും നമ്മൾ വരച്ചു, ഇത് വരച്ചു. ഇനി അടുത്ത ഇത് നമ്മൾ വരയ്ക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്ത V8 എന്ന് പറയുമ്പോഴത്തേനും V8 ഇവിടെയാണുള്ളത്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ് V8. ഇനി അടുത്തത് ആരാളുള്ളത്? V8 ഉണ്ട്, പിന്നെ V10 ഉണ്ട്. V10-നെ ഞാൻ തൽക്കാലത്തിന് പുറത്തോട്ട് വരയ്ക്കുകയാണ്, ബിക്കോസ് അകത്ത് നമുക്കിത് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. V10 അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് V12-നെ ഞാൻ വരയ്ക്കുകയാണ്. സോ ഈ ഒരു ഇതും കഴിഞ്ഞു. ഓക്കെ, ഇനി അകത്ത് ഇവർ തമ്മിലുള്ള കണക്ഷൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതിവിടെ ഞാൻ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇവർ തമ്മിലൊരു കണക്ഷൻ ഇങ്ങനെയുണ്ട് അല്ലേ, V8 to V12 ഉണ്ട്. സോ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇൻ്റർസെക്ഷൻ ചെയ്യാണ്ട് എനിക്ക് ഈ ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് സാധിക്കും. ഹെൻസ് ഇറ്റ് ഇസ് പ്ലനാർ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർമുല യൂസ് ചെയ്ത് യൂലേഴ്സ് തിയറം യൂസ് ചെയ്തും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇഫ് G is a 5 regular graph with n is equal to 10, we need to prove that it's non-planar. So ഇതിനായിട്ട് let's use our formula. E should be less than or equal to 3n minus 6. ഓക്കെ, ഇതിൽ E എന്താണ്? വാട്ട് ഈസ് മൈ എഡ്ജസ്? നമുക്ക് 10 വേർട്ടിസസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 5 റെഗുലർ, ഇതെന്താണ്? ഇതിൻ്റെ ഡിഗ്രിയാണ്. ഓക്കെ, സോ മൈ എഡ്ജസ് വിൽ ബി നത്തിങ് ബട്ട് 10 into 5 divided by 2. ഇത് എന്തുകൊണ്ടാണ്? ബിക്കോസ് സം ഓഫ് ദ ഡിഗ്രി ഓഫ് ഓൾ ദ വേർട്ടെക്സ് വിൽ ബി 2 times E. സോ എനിക്ക് E കണ്ടുപിടിക്കണമെന്നുണ്ട്, ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. സോ ദാറ്റ്സ് നത്തിങ് ബട്ട് 25. എൻ്റെ E 25 ആണെന്ന് എനിക്ക് കിട്ടി. ഇനി അടുത്ത എന്താണ്? ജസ്റ്റ് ഇതിനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 25 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 മൈനസ് 6. സോ 25 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. ദാറ്റ് ഈസ് റോങ്. 25 is greater than 24, which makes the graph non-planar. So hence the graph given is non-planar. So അങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ജോമെട്രിക് ഡ്യൂവലാണ്. സോ ഒരു ഗ്രാഫിൻ്റെ ജോമെട്രിക് ഡ്യൂവൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് G* ആയിട്ടാണ്. സോ അതിൽ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ 2 ഗ്രാഫുകളിലെയും വേർട്ടിസസ് ആണ് നമ്മളുടെ പിന്നത്തെ ഗ്രാഫിലെ ഫേസസ് ആയിട്ട് മാറുന്നത്. നമ്മുടെ ആദ്യത്തെ ഗ്രാഫിലെ ഫേസസ് ആണ് പിന്നത്തെ ഗ്രാഫിലെ വേർട്ടിസസ് ആയിട്ട് മാറുന്നത്. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരാം. ആൻഡ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്പർ ഓഫ് എഡ്ജസ് 2 കേസിലും സെയിം ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, V3, V2, V1, ഇവിടെ V4 ബർത്തുണ്ട്. ഇവരെയൊക്കെ വേർട്ടിസസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എഡ്ജിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, V2-ഉം V1-ഉം തമ്മിൽ ഒരു ഡിവിഷനുണ്ട്. സോ അവർ തമ്മിലൊരു എഡ്ജ് നമ്മൾ കണക്ട് ചെയ്യും. ഇവർ തമ്മിലൊരു ഡിവിഷനുണ്ട്, ഒരു എഡ്ജ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ V2-ഉം V4-ഉം തമ്മിലൊരു എഡ്ജ് ഉണ്ട്. സോ അത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, അവരെ കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് എക്സാമ്പിൾ നമ്മൾ താഴെ ചെയ്യുമ്പോഴത്തേനും നമ്മൾക്കത് വരച്ച് നോക്കാവുന്നതാണ്. ഒരു പ്ലനാർ ഗ്രാഫിൻ്റെയും ഡ്യൂവലിൻ്റെയും റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലൂപ്പ് നമ്മുടെ ജിയിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പെൻഡൻ്റ് എഡ്ജായിട്ട് മാറും G*. പിന്നെ ആൻഡ് വൈസ് വേഴ്സ അതുപോലെ തന്നെ. പിന്നെ നമ്പർ ഓഫ് എഡ്ജസ് രണ്ടിടത്തും Gയിലും G*ലും ഇറ്റ് വിൽ ബി സെയിം. പിന്നെ ഈ ഒരു നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ ബൗണ്ടറി ഓഫ് എ ഫേസ് വിൽ ബി ദ ഡിഗ്രി ഓഫ് ദ നെക്സ്റ്റ് വേർട്ടെക്സ്. അതായത് ഇവിടെ കണ്ടോ, ഒരു ഫേസിന് ഇവിടെ F2 നോക്കിക്കേ, എത്ര ബൗണ്ടറി ഉണ്ട്? 1, 2 ആൻഡ് 3. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, F2-ന് എത്ര വേർട്ടിസസ് ഉണ്ട്? 1, 2 ആൻഡ് 3. ഇവിടെ ഒരു ഇത് എഴുതാനായിട്ട് മറന്നുപോയി. സോ 1, 2 ആൻഡ് 3. അപ്പോൾ അത്രയാണ് നമ്മൾക്ക് ഫേസസ് ഉള്ളത്. Gയും G*ഉം ഇറ്റ് വിൽ ബി പ്ലനാർ ആൻഡ് G** is equal to G. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഡ്യൂവൽ ഓഫ് G. സോ ഇതിൻ്റെ ഡ്യൂവൽ നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ
ഫേസസിനെ വെർട്ടിസസ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ F1 ഇതാണ്, F4 നമ്മളുടെ എക്സ്റ്റേണൽ, F2, F3. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ആദ്യമേ നമുക്ക് F1 എടുക്കാം. F1ന് എത്രയാണ് ബൗണ്ടറി ഉള്ളത്? 3 ബൗണ്ടറി ഉള്ളത്. സോ F1ൻ്റെ ഡിഗ്രി 3 ആയിരിക്കും അല്ലേ. F1ഉം F2ഉമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. F1ഉം F2ആയിട്ടൊരു കണക്ഷൻ, F1 F2ആയിട്ട് വീണ്ടും ഒരു കണക്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, ഇനി Fഉം F4ഉം അതായത് ഔട്ട്സൈഡുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പം F1 നമ്മൾ കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് F2 ആണ്. F2ൻ്റെ നോക്കിക്കേ, 1, 2, 3, 4. ഓക്കെ, 4 ബൗണ്ടറീസാണ് F2വിനുള്ളത്. 1, 2, 3 ആൻഡ് 4. ഓക്കെ, 4 ബൗണ്ടറീസാണ് F2വിനുള്ളത്. സോ എങ്ങനെയാണ് ചെയ്യേണ്ടത്? F2ഉം F3യും തമ്മിലൊരു കണക്ഷനുണ്ട്. F2 F3 തമ്മിലൊരു കണക്ഷനുണ്ട്. F2ഉം F4ഉം തമ്മിലൊരു കണക്ഷനുണ്ട്. F2ഉം F1ഉം തമ്മിൽ 2 കണക്ഷൻ ഓൾറെഡി നമ്മൾ വരച്ചു. ഇനി അടുത്തത് F3 നോക്ക്. F3ക്ക് അഗൈൻ 3 ബൗണ്ടറീസ് ആണുള്ളത്. F4ഉമായിട്ട് ഒരു കണക്ഷൻ, അടുത്ത വീണ്ടും F4ഉമായിട്ട് വീണ്ടും ഒരു കണക്ഷൻ, എന്നിട്ട് F2ആയിട്ടൊരു കണക്ഷൻ അത് ഓൾറെഡി വരച്ചു. ഇതാണ്. അപ്പം ഇനി അടുത്ത F4 വേണേൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഏകദേശം എല്ലാ ഇതും വരച്ച് തീർത്ത് കാണും. സോ നിങ്ങൾക്ക് ഡിഗ്രീസ് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യാം. സോ ദിസ് ഇസ് ഹൗ യു ഡ്രോ ഡ്യുവൽ. സോ ഇതിനെ നമ്മൾ G' എന്ന് വിളിക്കും. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് ഈ ഒരു കേസിലും ഈ ഒരു കേസിലും 2 കേസിലും ഈക്വൽ ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഡ്യുവൽ വരയ്ക്കുന്ന ഒരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു കേസിൽ ഞാൻ അഗൈൻ എൻ്റെ F1 എടുക്കുന്നു, F2 എടുക്കുന്നു, F3 എടുക്കുന്നു, F4 എടുക്കുന്നു. ഓക്കെ, നമുക്ക് ആദ്യമേ നോക്കാം. F1ന് 3 എഡ്ജസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. സോ ഡിഗ്രി വിൽ ബി 3. F2നും 3 എഡ്ജസ് ആണ്, ഡിഗ്രി വിൽ ബി 3. F3ക്ക് എത്ര എഡ്ജസ് ആണ്? ഡിഗ്രി വിൽ ബി 3. സോ F4 എന്ന് പറയുന്നത് അത് ഒരു ഓവറോൾ ആയിട്ട് എടുക്കുന്നതാണ്. നമുക്ക് തൽക്കാലം തന്നെ ഡിഗ്രി ഇപ്പം നോക്കണ്ട. ഇനി F1ന് ഇവിടെ F4ഉമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, വീണ്ടും F4ഉമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, അടുത്തത് F2ഉമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ F1 കഴിഞ്ഞു. ഇപ്പോൾ ഡിഗ്രി 3 സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്തത് F2 നോക്കാം. F2ന് F1ഉമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, F3യുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, F4ഉമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. again ഇവിടെ ഡിഗ്രി 3 സാറ്റിസ്ഫൈ ചെയ്തു. F3 നോക്കാം. F3ക്ക് F4ഉമായിട്ട് 2 കണക്ഷൻ ഉണ്ട്, പിന്നെ F2ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. again ഡിഗ്രി 3 സാറ്റിസ്ഫൈ ചെയ്തു. സോ ദിസ് ഇസ് ദ ഗ്രാഫ്, റൈറ്റ്? അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡ്ജസും ഫേസസും വെർട്ടിസസും ഒക്കെ കമ്പയർ ചെയ്തിട്ട് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു മോഡിഫൈഡ് സെക്ഷനാണ് സെൽഫ് ഡ്യൂവൽ ഗ്രാഫ്. സെൽഫ് ഡ്യൂവൽ ഗ്രാഫിന് ഒരു പ്രത്യേകതയാണുള്ളത്. അതായത് ഡ്യൂവലും അതിൻ്റെ ഒറിജിനൽ ഗ്രാഫും വിൽ ബി ഐസോമോർഫിക്. ഓക്കെ, സെയിം ടു സെയിം ആയിരിക്കും. സെയിം നമ്പർ ഓഫ് ഫേസസ്, സെയിം നമ്പർ ഓഫ് വെർട്ടിസസ് ആൻഡ് സെയിം നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും ഉണ്ടാവുക. ഡിഗ്രി വിൽ ബി ഓൾസോ സെയിം. ഐസോമോർഫിക് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഗ്രാഫിൽ നമുക്കതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഇവിടെ ഓക്കെ, ഐ ആം റൈറ്റിംഗ് ദ ഫേസസ് F1, F2, F3, F4, F5, F6 ആൻഡ് മൈ എക്സ്റ്റേണൽ ഫേസ് F7. ഓക്കെ, സോ നമുക്കിവിടെ ഒരു സെൽഫ് ഡ്യുവലാണ് ഡ്രോ ചെയ്യുന്നത്. സോ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് വേർട്ടെക്സ് F1. ഓക്കെ, ഞാൻ F1 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ F1ൽ ഓക്കെ ആദ്യമേ എങ്ങോട്ടാണുള്ളത്? F1 ആദ്യമേ F7 ഉണ്ട്. അല്ലെങ്കിൽ ഓക്കെ F7 ഞാനിവിടെ വരയ്ക്കാം. F7 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാണ്? F2 ഉണ്ട്. ഓക്കെ, പിന്നെ F4 ഉണ്ട്. അപ്പം എൻ്റെ F1 കഴിഞ്ഞു. അടുത്ത് F2 നോക്കാം. F2ന് ആരുമായിട്ടൊക്കെ ഉണ്ട്? F2ന് F7ഉമായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ. F1ഉമായിട്ടുണ്ട്, ഇറ്റ്സ് ഓൾറെഡി ഡ്രോൺ. അത് കഴിഞ്ഞിട്ട് F3ഉമായിട്ടുണ്ട്, F5ഉമായിട്ടുണ്ട്, F6ഉമായിട്ടുണ്ട്. സോ F3 നമുക്കിവിടെ വരയ്ക്കാം. F3 ബിക്കോസ് F4ഉം F3യും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാനിതിന് ഇവിടെ വരയ്ക്കുന്നു. F3ഉമായിട്ടുണ്ട്, F6ഉമായിട്ടുണ്ട്, F5ഉമായിട്ടും ഉണ്ട്. 6, 7 ഓക്കെ. സോ F5ഉമായിട്ടുണ്ട്, F6ഉമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ F3 നമ്മൾ വരച്ചു, F5 നമ്മൾ വരച്ചു, F6 നമ്മൾ വരച്ചു, F1ഉം F7 നമ്മൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇപ്പം F2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി F3 നോക്കാം. F3ക്ക് F2ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ,
പിന്നെ F4-ഉമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ F5-ഉമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇപ്പോൾ F3 കഴിഞ്ഞു. ഇനി F4 നോക്കാം. F4-ന് ആരൊക്കെയായിട്ടാണ് കണക്ഷൻ? F4-ന് എന്താണ് F7-ഉമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, ബിക്കോസ് ഔട്ട്സൈഡ്. F3-യുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. F3 ഓൾറെഡി ചെയ്തു. പിന്നെ F3 F5-ഉമായിട്ടുമുണ്ട്. സോ ഇല്ല, F5 ആയിട്ടില്ല, ബിക്കോസ് ഇത് ഇവിടെയാണല്ലോ, ഇതല്ലേ. അപ്പം ഇത് ആൻഡ് ഇത്. ഓക്കെ, 3 കണക്ഷൻസ് ഓൾറെഡി വരച്ചു. 3 ഡിഗ്രി കഴിഞ്ഞു. F4 കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് F5 നോക്കാം. F5-ൽ ആരൊക്കെയായിട്ടാണ് കണക്ഷൻ? F5-ന് F6-ഉമായിട്ട് കണക്ഷൻ ഉണ്ട്. F5-ന് F3-ആയിട്ട് കണക്ഷൻ, ദാറ്റ്സ് ഓൾറെഡി ഡ്രോൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ F2-ആയിട്ടുണ്ട്, ദാറ്റ്സ് ഓൾസോ ഓൾറെഡി ഡ്രോൺ. ഇനി അടുത്തത് F6-ആണ്. F6-ന് F7-ഉമായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇറ്റ്സ് ഓൾറെഡി ഡ്രോൺ. അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ, ഈ ഒരു ഗ്രാഫ് കമ്പയർ ചെയ്ത് ജിയും G∗ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഐസോമോർഫിക് അല്ലേ? അതെ, ബിക്കോസ് നമ്പർ ഓഫ് വേർട്ടീസസ് രണ്ടിടത്തും സെയിം ആണ്, നമ്പർ ഓഫ് ഫേസസ് സെയിം ആണ്, പിന്നെ നമ്പർ ഓഫ് എഡ്ജസ് സെയിം ആണ്. സോ ഹെൻസ് G ആൻഡ് G' ബോത്ത് ഓഫ് ദെം ആർ ഐസോമോർഫിക് ടു ഈച്ച് അതർ. സോ G' ഇസ് ദ സെൽഫ് ഡ്യൂവൽ ഓഫ് G. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്.